ചേട്ടാ കൊള്ളാണ്. നല്ലതല്ലേ? കഴിഞ്ഞ വർഷം കണ്ടസ്റ്റന്റ് ആയിട്ട് ഇത്തവണ അതിലൊരു പെർഫോമർ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വാർത്തകൾ വന്നു. ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണെന്ന് നമുക്ക് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എന്തായാലും ലൈവ് എടുത്തിട്ട് കാണും. എനിക്കെന്തോ അറിഞ്ഞൂടാ, ഞാൻ കണ്ടില്ല. നമ്മളിപ്പോ ഇറങ്ങിയതല്ലായിരുന്നു. ഇനിയിപ്പോ മുമ്പ് നോക്കണം. അയ്യോ സോറി, എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു പോയിട്ട് ഓ അതെ, ആര് വിൻ ചെയ്താലും, കാരണം എന്തായാലും ആ ഒരു ഫൈനൽ ഫൈവിലോട്ട് എത്താൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു സ്കിറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കിറ്റ് എന്ന രീതിയിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ, വീണ ചേച്ചി, നോബിച്ചേട്ടൻ, അഖിലേട്ടൻ, സൂര്യചേട്ടൻ, അപ്പോൾ അവരുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം വൻപൻ ട്വിസ്റ്റ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയത്. ആരും പ്രതീക്ഷിക്കാതെ രണ്ടാം സ്ഥാനം നേടി അവസാനമല്ലേ? അതേപോലെ ട്വിസ്റ്റുകളൊക്കെ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാമോ? അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ മിസ്സാവാറുണ്ട്. പക്ഷെ എല്ലാവരും അതുപോലെ വർക്ക് ചെയ്തിട്ടല്ലേ ആ ഒരു ഫൈനൽ ഫൈവിലോട്ട് എത്തിയിരിക്കണം. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ശ്രീതു ഔട്ടായപ്പോൾ ശ്രീതുവിന് ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻസ് അർജുനും കൂടെ, അർജുൻ ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ ശ്രീതുയുടെ വോട്ട് അർജുന് വരുമ്പോൾ അർജുൻ ചിലപ്പോൾ ഫസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയത്. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ. അർജുൻ സെക്കൻഡ്. ദിൽഷയെ സംബന്ധിച്ചിടത്തോളം സൈബർ അറ്റാക്ക് ഒരുപാട് ഉണ്ടായ ഒരാളാണ്. ഈ സ്വാഭാവികമായിട്ട് ഈ സീസൺ കഴിയുമ്പോൾ എന്നാണെങ്കിലും സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും, ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? ഈ പ്രേക്ഷകരല്ലാതെ ഈ ഫാൻ ഫൈറ്റ് ചെയ്യുന്നവരില്ലേ, അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മൾ നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ ഇഷ്ടമുള്ള ആളുകളെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു താഴ്ത്തുക, അല്ലെങ്കിൽ സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങൾ പറയുക, അതിനോടൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം എൻ്റെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയുക, കുറേ ഞാൻ പോലും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഒന്നും വേണ്ട. ഞാൻ ഇന്നലെ എടുത്ത ഇന്റർവ്യൂസിൽ പോലും, ഇന്നലെ എടുത്ത ഇതിൽ പോലും അതിന്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ്. അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ, അതിന്റെ ഹെഡിങ് വേറെന്തോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് തോന്നുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ദിൽഷയുടെ പല ഇഷ്യൂസും സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ സോൾവ് ആവല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാം ഇത്ര സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാത്തിനും മേലുണ്ടായ ആരോപണങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും കുറെ പേര് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. ഞാനിപ്പോ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എന്റെ കരിയറിലാണ് ഇപ്പോഴും അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ആരാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇൻവോൾവ്ഡ് ആവാൻ പിന്നെ ഓക്കെ ആയി. കാരണം പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം, അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് കൊണ്ടുതരാൻ ആരും ഉണ്ടാവില്ല, നമ്മളേ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പം അതിലോട്ട് പൊക്കോണ്ടിരിക്കും. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ലേഡി ബിഗ് ബോസ് വിന്നർ ദിൽഷ തന്നെ കീപ്പ് ചെയ്യുന്നുള്ള ഒരു ഇതാണ് പുറത്തു വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഇപ്പൊ വിൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് അറ്റാക്കിങ്ങുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈവിൽ എത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാൻ ഭയങ്കര ഈസിയാണ്, ഉള്ളിൽ കയറിയാൽ അറിയുള്ളൂ നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഈ 5 പേര് ഇപ്പോൾ 100 days തികയ്ക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൽ ആർക്ക് കിട്ടിയാലും ഈ ബിഗ് ബോസിലേക്ക് വരുന്നവരോട് ഒരു അഡ്വൈസ് ഉണ്ട്. കാരണം ദിൽഷ ഒരു
So,